ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ ഇവിടെ എത്തി ഫുഡൊക്കെ കഴിച്ച് കിടന്ന് ഇപ്പോഴാണ് എണീറ്റത്. അപ്പം ഇപ്പം ചായ കുടിക്കാൻ പോകണം. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് ബാക്കി എടുക്കാം. കറി കുറച്ചും കൂടെ കറി ഓക്കെ. ചായ ചായ. അപ്പൊ നീ ചായ കുടിച്ചിട്ട് ബാക്കി കാണാം ഗൈസ്. അങ്ങനെ ചായ ഒക്കെ കുടിച്ച്. പിന്നെ ഇത് അച്ഛൻ്റെ പെങ്ങളെ വീടാണ്. അപ്പോൾ അവർ വേണ്ടി സെറ്റിൽഡ് ആയത്. അപ്പോൾ ഞങ്ങൾക്ക് വെക്കേഷനിൽ വരാൻ പറ്റാത്തതുകൊണ്ട് ഈ ഒരു ടൈമിലാണ് ഞങ്ങളിവിടെ എത്തിയത്. ഇത് അവരുടെ മകനാണ്. ഇനിയിപ്പോൾ ഇവിടെ ഡിമാർട്ട് കുറേ അമ്പലങ്ങളൊക്കെ ഉണ്ടല്ലോ തമിഴ്നാട്ടിൽ. അവിടെയൊക്കെ പോകണം. എല്ലാ വീഡിയോസും ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ. അപ്പോൾ ഇനി പോകുമ്പോൾ എടുക്കാം. അപ്പോൾ ഓക്കെ, ശരി. നല്ല വെയിലാണ് ഗൈസ്. അപ്പോൾ ഇവരുടെ വീട് ഞാൻ കാണിച്ചൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതാണ് ഇവരുടെ വീട്. അപ്പം കേരള സ്റ്റൈൽ വീട് തമിഴ്നാട്ടിൽ നിന്നാണ് ലക്ഷ്യം. പിന്നെ അടുത്തെന്താ വെച്ചാൽ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. അടിപൊളി പ്ലേസ് ആണ്, ഒന്നും പറയാനില്ല. നോക്കൂ, ഇവിടെ കുറച്ച് ബുദ്ധിമുട്ട് നല്ല വെയിലാണ്, അത് സഹിക്കാനാവുന്നില്ല. ബാക്കിയുള്ളതൊക്കെ അടിപൊളിയാണ്. ദൂരേക്ക് കണ്ടോ ഭയങ്കര വെയിലാണ് ഗൈസ്. നമ്മളപ്പം ഡിമാർട്ടിലേക്ക് പോവാണ്. അപ്പൊ നമുക്ക് പോവാം. വാ. അരികെ നിന്ന നിഴൽ പോലും ഇന്നു മറയുന്നു. ഇരുൾ പടരുമ്പോ മിഴി നിറയുന്നോ. കൺമുന്നിൽ ഈ ഭൂഗോളം മറുദിശ തിരിയുകയോ. ദിനരാത്രമെന്ന പടി ഞാൻ നടന്ന വഴി മുള്ളാൽ നിറയുകയോ. അകമേ തെളിഞ്ഞ ചെറുപൊൻ ചിറാതു പടുതിരിയായാളുകയോ. അടരാതെ ചേർന്നു തുടരാൻ കൊതിച്ചതൊരു. അങ്ങനെ നമ്മളിപ്പോൾ ബാഗ് നോക്കാനുള്ള ഒരു പരിപാടിയിലാണ്. അപ്പം ഞാൻ ബാഗ് എടുത്ത്, സന ബാഗ് എടുത്തില്ല. അപ്പോൾ ഓക്ക് ബാഗ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമുക്ക് പോവാം. ഹലിമ വിളിക്കണ. ഇങ്ങനെ ഇതാണ് സ്കൈ ബാഗാണ് നോക്കുന്നത്. അതാ കുറേ ബാഗ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം കണ്ട് നമ്മളിങ്ങനെ നടക്കുകയാണ് ഗൈസ്. ഇതാണ് ഗൈസ് അവള് ലാസ്റ്റ് എടുത്തത്. സനെ ഇതൊന്നും ഇട്ടാ ഇത് കാണിക്ക്. അങ്ങനെയാണ് ഇപ്പൊ ബാഗ് ഉള്ളത്. അപ്പൊ ഓക്കെ കുറേ നേരം തപ്പി 2 ടോപ്പ് എടുത്ത് കഴിച്ചിട്ട് രണ്ടെണ്ണം എടുത്തു. 2 ടോപ്പ് എടുത്തു. ഇവിടെ കുറേ ടോപ്സ് ഉണ്ട്, നിറച്ച് ടോപ്സാണ്. 2 ടോപ്സ് എടുത്തു. സെലക്ഷൻസ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പം അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 3/4 മണിക്കൂറാണ് ഇവിടുന്ന് അമ്പലത്തിലോട്ടുള്ളത്. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിശേഷങ്ങൾ ഇങ്ങനെ വരുന്നുണ്ടാവും. അപ്പൊ ഞാൻ റോഡും ഇതൊക്കെ കാണിച്ചു തരാം.
പൂത്തിടും നിന്മാനസം കാറ്റേൽക്കയും കൊള്ളുന്നതിൻ പൊരുൾ തേടണം സ്വയം വേദപൂർവരാഗമീ കാതുകൾ തലോടിലും കേൾപ്പതെന്നും ആത്മഭൂതമാം. അമ്പലം എത്തിയിട്ടുണ്ട്. ഞാൻ അമ്പലം കാണിച്ചുതരാം. எந்த பூ கொடுக்கணும்? அதுக்கு ஏதாவது இது இருக்கா, ஐதீகம் இருக்கா? சிவன் முருகன் இருக்கா? சிவனும் முருகனுக்கும் இந்த பூ. बन के तितली दिल उड़ा 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 है कहीं दूर. बन के तितली दिल उड़ा 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 है कहीं दूर. चल के खुशबू से जुड़ा 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 है कहीं दूर. हाथ से ये कैसे अनसुने से जैसे चूमे अंधेरों को कोई. तुमको पाया है तो जैसे खोया हूँ, कहना चाहूँ भी तो तुमसे क्या कहूँ. तुमको पाया है तो जैसे खोया हूँ, कहना चाहूँ भी तो तुमसे क्या कहूँ. किसी ज़बान में भी वो लफ्ज़ ही नहीं कि जिनमें तुम हो क्या तुम्हें बता सकूँ. मैं अगर कहूँ तुम सा हंसी कायनात में नहीं है कहीं. तारीफ ये भी तो सच है कुछ भी नहीं. तुमको पाया है तो जैसे खोया हूँ. അടിപൊളി അമ്പലമാണ്. ഫുൾ ഒരു മല മീൻസ് പാറയുടെ മുകളിൽ തന്നെയാണ്. അടിപൊളി കുളം. നല്ല ആഴുണ്ട് കേട്ടോ കുളത്തിന്. ഇത് വെള്ളൊരു കുടിക്കാൻ എടുക്കുന്ന വെള്ളം തോന്നുന്നുണ്ട് ഈ കുളത്തത്തെ. എല്ലാരും ഞങ്ങളെ കൂടെ ഉണ്ട്. ഇനിയിപ്പോ നാളെ വേറെ അമ്പലത്തിൽ പോവാണ്ട്. ഡിമാർട്ടിലാണെങ്കിൽ കുറേ നേരം എടുക്കാൻ കഴിഞ്ഞില്ല. അവിടുന്ന് കയറിയപ്പോൾ തന്നെ എടുക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ കുറേ നേരം അവിടെ ഇങ്ങനെ ചുറ്റിക്കളിച്ച് പിന്നെയാണ് എടുത്തത്. എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു. ഇപ്പോൾ ഇനിയിപ്പം വീട്ടിലോട്ട് പോകണം. പിന്നെ ഇതുണ്ട് എൻ്റെ കാല് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. വലിയ സുഖമില്ല, എന്നാലും വലിയ കുഴപ്പമില്ലാന്ന്. നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റുന്നൊക്കെയാ പറഞ്ഞു. നമുക്ക് ഒന്ന് ഇറങ്ങി നോക്ക്. കാല് വേദനയാകുമെന്നറിയില്ല, എന്നാലും ഞാൻ അതെന്താ പാറട്ടിയത്. കുടിക്കാൻ ഈ വെള്ളം തന്നെ വേണോ? അങ്ങനെ അടിപൊളി. ആൻറ്റി ഇപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് ഗൈസ്. കുളത്തത്തെ വെള്ളം എന്താ നമ്മളെ അവസ്ഥ? അടിപൊളി വെള്ളമെന്നോ? അടിപൊളി വെള്ളാന്നൊക്കെയാണ് ആൻറ്റി പറയുന്നത്.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് നേരെ തിരിക്കാനുള്ള പരിപാടിയാണ്. ആഘോഷ പ്രകമ്പനം ആഹാർമാദം ആത്തും മന്മാദം ആത്തു കൊന്തട്ടെ ആഘോഷ പ്രകമ്പനം ആഹാർമാദം ആത്തും മന്മാദം ആത്തു കൊന്തട്ടെ ആഘോഷ പ്രകമ്പനം. ഇവിടെ കഴിഞ്ഞ് ഇനി ഇവിടുന്ന് പുറത്തിറങ്ങട്ടെ. അത് കഴിഞ്ഞു. നമ്മളിവിടെ സാറ്റർഡേ മാർക്കറ്റിന് വന്നതാണ്. BHIL ടൗൺഷിപ്പ് തന്നെയാണ് സാധനം കാണിച്ചു. പാടുന്നു പ്രിയരാഗങ്ങൾ ചിരിമായാതെ നഗരം. ഇങ്ങനത്തെ 6 വത്തൊക്കെ 100 രൂപയ്ക്ക്. ഇതൊക്കെ നല്ല രസമുണ്ടല്ലേ? നല്ല റോഡാട്ടോ, കണ്ടോ, അടിപൊളി. അങ്ങനെ തമിഴ്നാട് ലോകത്തെ സെക്കൻഡ് പാർട്ട് ഇവിടെ അവസാനിച്ചു.